ഈ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതോടെയാണ്. അതിനു മുമ്പുള്ളതെല്ലാം കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത് കൈയെഴുത്ത് പ്രതികളാണ്. ഈ ബൈബിൾ ആണെങ്കിലോ മിഷണി ആണെങ്കിലോ തൊസഫ്തി ആണെങ്കിലോ എല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത് 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് അതിന്റെ ഒറിജിനൽ കോപ്പീസ് അല്ല ലഭ്യമായിട്ടുള്ളത്. പല പ്രാവശ്യം കൈകൊണ്ട് എഴുതി പകർത്തിയാണ് ഇത് പ്രിസർവ് ചെയ്തു പോരുന്നത്. അത്തരം കയ്യെഴുത്ത് പ്രതികളാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള കയ്യെഴുത്ത് പ്രതികൾ ഏത് നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെന്ന് പരിശോധിക്കണം. നമുക്കൊരു 4 കയ്യെഴുത്ത് പ്രതികളുണ്ടെങ്കിൽ ഒന്ന് 3-ാം നൂറ്റാണ്ടിൽ നിന്നും, ഒന്ന് 4-ാം നൂറ്റാണ്ടിൽ നിന്നും, 5-ാം നൂറ്റാണ്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ മറ്റൊന്ന് 7-ാം നൂറ്റാണ്ടിൽ നിന്നാണെന്ന് കരുതുക. ഈ 7-ാം നൂറ്റാണ്ടിലെ ഒരു കയ്യെഴുത്ത് പ്രതിയിൽ ഏർലിയർ മാനുസ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുക? ഒറിജിനൽ ഡോക്യുമെന്റിൽ ഇല്ലാത്ത എന്തോ കാര്യം ഇവിടെ 7-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതിയിൽ ആഡ് ചെയ്തതാണ്, ഇന്റർപൊലേഷൻ ആണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുപോലെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഈ വിയന്ന മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന 9-ാം നൂറ്റാണ്ടിലെ തൊസഫ്തായുടെ ഒരു മാനുസ്ക്രിപ്റ്റ്. ഏർലിയർ മാനുസ്ക്രിപ്റ്റിൽ ഒന്നും ഇല്ലാതിരുന്ന യേശു ബെൻ പന്തേര എന്ന പ്രയോഗം ഇതിൽ എങ്ങനെയോ കയറിക്കൂടിയതാണ്, ഒരു ഇന്റർപൊലേഷൻ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, മനോജ് ഇവിടെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണെന്നുള്ളത്. ഹിർക്കാനൂസിന്റെ മകൻ എലയാസർ യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് മനോജ് കരുതുന്നത് ദാമയുടെ മകൻ എലയാസറിന്റെ കഥയിൽ 9-ഓ 10-ഓ നൂറ്റാണ്ടോടുകൂടി കടന്നു വന്ന ഒരു ഇന്റർപൊലേഷൻ മാത്രമാണ്. ഫുൾ വീഡിയോ എൻ്റെ തിയോലോജിക് യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾക്ക് യുക്തിസഹമായി മറുപടി നൽകുന്നതിനോടൊപ്പം നുണക്കഥകളെ പൊളിച്ചെടുക്കുകയും ചെയ്യുന്നതാണ്. എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അതിനായി വീഡിയോ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ആക്റ്റീവായി എൻ്റെ ഒപ്പം ചേരാനും നിങ്ങളുടെ സംശയങ്ങൾ നേരിട്ട് ചോദിക്കാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്.